നമസ്കാരം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിക്കുന്നത് സംബന്ധിച്ച വിഷയത്തിൽ പ്രതികരിച്ച് മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ IAS പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതായി ദേവസ്വം മന്ത്രി അറിയിച്ചെന്ന് കെ ജയകുമാർ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തൃശൂരിൽ വെച്ച് മന്ത്രിയെ നേരിട്ട് കണ്ടപ്പോഴാണ് ഇത് സംബന്ധിച്ച സൂചന ലഭിച്ചതെന്നും തിങ്കളാഴ്ചയോടെ ഔദ്യോഗിക ഉത്തരവ് പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ നിയോഗം ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണെന്നും ഈശ്വരവിശ്വാസി എന്ന നിലയിൽ ഇതിനെ ഒരു നിയോഗമായി കാണുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഈ സ്ഥാനം ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല, ഒരു നിയോഗമായിട്ടാണ് ഇതിനെ കാണുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഇന്ന് സംസാരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സീസൺ കുറ്റമറ്റ രീതിയിൽ നടത്തണം, അതാണ് എൻ്റെ ആഗ്രഹം. ഭക്തന്മാർക്ക് സന്തോഷകരമായ ദർശനം കിട്ടിയെന്ന തോന്നലുണ്ടാക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, മറ്റു ക്രമീകരണങ്ങൾ എന്നിവയെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ ശബരിമലയിൽ വരുന്നവർക്ക് തൃപ്തി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനാണ് പ്രഥമ പരിഗണന നൽകേണ്ടതെന്നാണ് തനിക്ക് തോന്നുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ജനുവരി 15 മകരവിളക്ക് വരെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മുഖ്യമായി പരിഗണിക്കുന്നത്. ലക്ഷോപലക്ഷം ആളുകൾ വരുന്നതല്ലേ, അതിനാണ് ഇപ്പോൾ മുഖ്യ പരിഗണന. അപ്പോഴേക്കും വിവാദങ്ങൾ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ സമയമുണ്ടല്ലോ എന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമലയിലെ മണ്ഡലകാല തീർത്ഥാടനം നവംബർ 17 ആരംഭിക്കുകയാണ്. ഉത്തരവ് ലഭിച്ചാൽ എത്രയും പെട്ടെന്ന് ചുമതല ഏൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 2 മാസത്തോളം നീണ്ടു നിൽക്കുന്ന തീർത്ഥാടനം കുറ്റമറ്റ രീതിയിൽ നടത്തുക എന്നതാണ് പ്രധാന ലക്ഷ്യമായി കാണുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ കിരീടങ്ങളിലും മുള്ളുള്ളതായി തോന്നുന്നില്ല, അത് വെക്കുന്നത് പോലെ ഇരിക്കും. ഇപ്പോൾ സംഭവിച്ചതുപോലെയുള്ള കാര്യങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ നിയമപരമായ മാറ്റങ്ങൾ പരിഗണിക്കുമെന്നും ജയകുമാർ പറഞ്ഞു. നിലവിലുള്ള ഒരുക്കങ്ങളുടെ തുടർച്ചയായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും തീർത്ഥാടകർക്ക് സന്തോഷകരമായ ദർശനം ലഭ്യമാക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വർണ്ണക്കടത്ത് വിവാദം പോലുള്ള വിഷയങ്ങളിലേക്ക് ശ്രദ്ധ പോകേണ്ടി വരുമെന്നും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ മാറ്റങ്ങൾ പരിഗണിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ സ്ഥാനം ഏറ്റെടുക്കുന്നതിൽ ആശങ്കയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശബരിമല തീർത്ഥാടന കാലം സുഗമമായി നടത്താനുള്ള നടപടികൾക്ക് ഊന്നൽ നൽകി പുതിയ അധ്യായം ആരംഭിക്കുകയാണ് കെ ജയകുമാർ. ജയകുമാർ ഉൾപ്പെടെ 5 പേരുടെ പട്ടികയാണ് പരിഗണിക്കാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നൽകിയത്. പട്ടികയിൽ നിന്ന് ആരെ നിശ്ചയിക്കണമെന്ന് മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച ശേഷം മന്ത്രി വാസവന് തീരുമാനിക്കാമെന്നായിരുന്നു പാർട്ടി നിർദ്ദേശം. ഇതനുസരിച്ചാണ് വെള്ളിയാഴ്ച തന്നെ തീരുമാനമുണ്ടായത്. ശബരിമല സ്പെഷ്യൽ ഓഫീസറും മുൻ ദേവസ്വം കമ്മീഷണറുമാണ് ജയകുമാർ. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ പ്രതിച്ഛായ നഷ്ടമായ സാഹചര്യത്തിൽ രാഷ്ട്രീയക്കാരനല്ലാത്ത പൊതുസമ്മതനായ മുൻ IAS ഉദ്യോഗസ്ഥരിൽ ഒരാളെ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന ആലോചനയുടെ ഭാഗമായിട്ടാണ് ഈ തീരുമാനം. കെ ജയകുമാർ IAS ശബരിമലയുടെ ചുമതലകളിൽ ഇതാദ്യമായിട്ടല്ല. ദീർഘകാലം ശബരിമല ഹൈ പവർ കമ്മിറ്റിയുടെ ചെയർമാനായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. കൂടാതെ 2 തവണ സ്പെഷ്യൽ കമ്മീഷണർ പദവിയും ശബരിമല മാസ്റ്റർ പ്ലാൻ കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനവും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹത്തിനുള്ള പരിചയസമ്പത്തും സർക്കാരിന് ആശ്വാസമാകുമെന്നാണ് വിലയിരുത്തൽ. ബഹുമുഖ പ്രതിഭ കൂടിയായ അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് തലപ്പത്ത് കൊണ്ടുവരുന്നത് വിവാദങ്ങളിൽ സർക്കാരിന് ഒരു മികച്ച പ്രതിരോധം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങളിൽ വിശ്വാസ്യതയും സുതാര്യതയും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടുത്തിടെ നടത്തിയ പരാമർശം ഈ സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. ദേവസ്വം പ്രസിഡന്റിനെ തീരുമാനിച്ചിട്ടുണ്ട്, എന്നാൽ ഇപ്പോൾ പ്രചരിക്കുന്ന പേരുകളായിരിക്കില്ല പുതിയ ആളെന്നും പുതിയ വ്യക്തിയായിരിക്കും ചുമതലയേൽക്കുക എന്നായിരുന്നു അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നത്. നിലവിലെ ദേവസ്വം ബോർഡിനെ കൂടി ഹൈക്കോടതി അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്നതോടെയാണ് 1 വർഷത്തേക്ക് ബോർഡിന് കാലാവധി നീട്ടിക്കൊടുക്കാൻ ആലോചിച്ചെങ്കിലും സർക്കാർ വേണ്ടെന്ന് തീരുമാനിച്ചത്.